ഇസ്ലാമിക ശരീഅ പിന്തുണയ്ക്കുന്നവർ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയാൻ പ്രത്യേക പ്രത്യയശാസ്ത്ര സ്ക്രീനിംഗ് ടെസ്റ്റ് വേണമെന്ന് ട്രംപ്. വളരെ നല്ലത്. പണി കിട്ടിയപ്പോൾ മനസ്സിലായി എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കമെന്ന്. സ്വന്തം രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായി കുടിയേറിയ ആളുകളും സ്വന്തം രാജ്യത്ത് മതനിയമം ടൈറ്റായപ്പോൾ ആ മതനിയമം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു പുസ്തകവും കക്ഷത്തിടുക്കി പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയ വഴിക്ക് അമേരിക്കയാണ് കുറച്ചുകൂടി നമ്മുടെ തുണി ഉരിഞ്ഞ് ജീവിക്കാനും വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ഒക്കെ നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ മിയാ ഖലീഫമാരും അമേരിക്കയിൽ ചെന്നിരുന്നിട്ട് ഹമാസിനെ പിന്തുണയ്ക്കാനും ഇറാനെ പിന്തുണയ്ക്കാനും അഫ്ഗാന്റെ നിയമമാണ് ഏറ്റവും നല്ല നിയമമെന്ന് പറയാനും ധൈര്യം കാണിക്കുന്നത് ഈ രാജ്യം അവർക്ക് നൽകിയ സ്വീകാര്യത കാരണമാണ്. അതുകൊണ്ട് സ്ക്രീനിങ് ടെസ്റ്റ് വളരെ നല്ലതാണ്. മറ്റെന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നടപ്പിലാക്കിക്കോ. കാരണം ഇത്തരക്കാരെ എത്ര അടി താഴ്ചയിൽ മാറ്റി നിർത്തുന്നു അത്രയും ആ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകും. മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും സാധിക്കും. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ഭരിക്കുന്ന നിക്കരാഗ്വയിൽ വിനോദസഞ്ചാരികളും സന്ദർശകരും ബൈബിൾ കൊണ്ടുവരുന്നത് നിരോധിച്ചു. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും അത് വലിയ രൂപത്തിൽ വാർത്തയായോ? ഖുർആൻ നിരോധിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകുമോ? ക്രൈസ്തവ ഭൂരിപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ്, എളുപ്പം ബൈബിള് നിരോധിക്കാനാണ്. ഖുർആനിലേക്ക് തൊടാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം എന്താ? താടിയും തലപ്പാവുമുള്ള മതത്തെ അത്ര കണ്ട് പേടിയുണ്ട്, അത്ര തന്നെ. നാസിക്കിലെ BPO കേന്ദ്രം അടച്ചുപൂട്ടി. ലൈംഗിക പീഡനത്തിനും മതപരിവർത്തനത്തിനും പിന്നിൽ വൺ റാക്കറ്റ്. അതെ, കോർപ്പറേറ്റ് ജിഹാദുകാർ വിചാരിച്ചു നേരം വെളുക്കുന്നിടം വരെ കക്കാമെന്ന്. ഒത്തില്ല, സാരമില്ല, അടുത്ത തവണ നോക്കാം. അജ്ഞാതൻ അടങ്ങിയിട്ടില്ല. മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലെ പേരുകൾ ഇനിയും ബാക്കി. മരണത്തോട് മല്ലിട്ട് ലഷ്കർ-ഇ ത്വയ്ബ സ്ഥാപകൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സമാധാനം നശിപ്പിച്ചിട്ട് ഇവർക്ക് കാലാകാലവും അടിപൊളിയായിട്ട് അങ്ങടെ പെണ്ണും കള്ളും ഒക്കെ ആയിട്ട് യുദ്ധവും ചോരക്കൊതിയും കൊള്ളയടിയൊക്കെ ആയിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് തടയിടാനാണ് അജ്ഞാതൻ അവരുടെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. TCSൽ വനിതാ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിക്കാനും നിർബന്ധിച്ചു മതം മാറ്റാനും കൂട്ടുനിന്ന മുസ്ലിം വനിതാ HR-ന് ചെങ്കോട്ട സ്ഫോടന കേസ് തീവ്രവാദികളുമായി ഉണ്ടാകണം. കാരണം നമ്മളെവിടെയായിരുന്നാലും നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കരുതല്ലോ. നമ്മൾ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സെയ്ദ? അതെ, ഈ സെയ്ദ താത്ത എന്താ ചെയ്തത്? അവര് ചെങ്കോട്ടയില് 72 പേര് ചേർന്നൊരു ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി റിസിൻ എന്ന് പറയുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന കാഫിറുകളെയൊക്കെ കുത്തിവെച്ച് ക്രമേണ അങ്ങോട്ട് കൊല്ലാം. മറ്റുള്ളവരെയൊക്കെ നമുക്ക് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാം. 72 പേര്. ആഹാ, 36 കാറുകളിലായി പൊട്ടിത്തെറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ ഷഹീൻ സെയ്ദ് എന്ന് പറയുന്ന ഈ താത്ത, ഈ കണ്ണട വെച്ച താത്തയായിരുന്നു അതിൻ്റെ നേതാവ്. ഇവിടെ TCSല് മതം മാറാൻ നിർബന്ധിച്ച് അവരുടെ സെക്സ് വിഷ്വൽസ് ഒക്കെ പകർത്തി കാക്കാമാരെ കൊണ്ട് മുറിയണ്ടികളെ കൊണ്ട് അവളുമാരെയൊക്കെ പീഡിപ്പിച്ച് ആ ലൈംഗിക സുഖത്തിൽ ഇങ്ങനെ ആറാടി ജീവിക്കുന്ന താത്ത ഇപ്പൊ ഗർഭിണിയാണ്. താത്തയ്ക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് താത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നമ്മുടെ നിതാഖാൻ താത്ത ഇപ്പൊ ഒളിവിലാണേ. ഇവളുമാര് പരസ്പരം ബന്ധമില്ലെങ്കിൽ പിന്നെ ആര് തമ്മിലാണ് ബന്ധം? 18 തികയാത്ത 180 പേരെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി പ്രതിയുടെ വീട് ഇടച്ചു നിരത്തി മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇയാൾക്ക് സ്വീകരണം നൽകിയാനെ. 19 വയസ്സേ ഉള്ളൂ കാക്കായ്ക്ക്. അപ്പോഴും കാക്ക കുഞ്ഞ് മദ്രസയിൽ പഠിച്ച പാഠമൊന്നും മറന്നില്ല. 18 തികഞ്ഞില്ല, 180 പേരെ പീഡിപ്പിച്ചു. 350ഓളം വീഡിയോകളും കാക്ക സ്വരൂപിച്ച് ശേഖരിച്ച് സേവ് ചെയ്തെടുത്തു വെച്ചു. പിന്നീട് കാണാനും വിൽക്കാനും ഒക്കെ. മഹാരാഷ്ട്രയിലെ അമരാവതി സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നിരവധി മിനി രൂപ ഉൾപ്പെടെ 180ലധികം പെൺകുട്ടികളെ കുടുക്കിയ ഞെട്ടിക്കുന്ന ഒരു കേസ് പോലീസ് വെളിപ്പെടുത്തി. ലവ് ജിഹാദ് എന്ന് നാട്ടുകാർ വിശേഷിപ്പിച്ച വൻ ബ്ലാക്ക്മെയിൽ മതം മാറ്റ റാക്കറ്റിൽ പ്രതിയായ 19കാരനായ മുഹമ്മദ് അയാൻ അഹമ്മദ് തൻവീർ അഹമ്മദും സഹകാരി തൻവീർ അഹമ്മദും ഇരകളുടെ 400ലധികം പ്രകടമായ വീഡിയോകളും ഫോട്ടോകളുമായിട്ട് പിടിയിലായി. പ്രതികൾ പ്രാദേശിക കോച്ചിങ് സെന്ററുകളിലൂടെ
ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടതായി അധികൃതർ പറയുന്നു. വാട്സാപ്പ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇൻടം ഇൻടൈമിന്റ് അല്ലെ ഇന്റിമേറ്റ് ആക്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വ്യാജ ചില പെൺകുട്ടികൾ ബുർക്കകൾ ധരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. പണത്തിനും കൂടുതൽ ചൂഷണം ചെയ്യാനും നിർബന്ധിത മതപരിവർത്തനം എന്നിവയ്ക്കായി ഇരകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചതായിട്ട് ആരോപിക്കപ്പെട്ടു. 350-ലധികം വീഡിയോകൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രദേശത്ത് വ്യാപക രോഷവും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നു. അയാൻ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു. മറ്റൊരു പ്രധാന പ്രതി മുഹമ്മദ് ജോയൻ ഓട്ടത്തിൽ തുടരുകയാണ്. മുഴുവൻ നെറ്റ്വർക്ക് കണ്ടെത്താനും കൂടുതൽ വസ്തുക്കൾ കണ്ടെടുക്കാനും എല്ലാ ഇരകളെയും തിരിച്ചറിയാനും അന്വേഷണങ്ങൾ തുടരുന്നു. മേഖലയിലെ സംഘടിത വാർത്തെടുക്കുന്നതിനെക്കുറിച്ചും സൈബർ ചൂഷണത്തെക്കുറിച്ചും ചർച്ചകൾക്കിടയിലാണ് കേസ് കാര്യമായ ജനശ്രദ്ധ ആകർഷിച്ചത്. 19 വയസ്സുള്ള കാക്കയും തൻവീർ അഹമ്മദ് മറ്റേ കാക്കയും ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഫോണിൽ പകർത്തി വീഡിയോ ആക്കി വെച്ചു. 2 കാക്കമാരും പിന്നീട് പണത്തിന്റെ പേരിൽ തർക്കമായപ്പോൾ ഒരു കാക്ക മറ്റേ കാക്ക ചെയ്യുന്ന ലൈംഗിക വൈകൃതങ്ങളൊക്കെ എടുത്തിട്ട് നെറ്റിലിട്ടു. അപ്പോൾ ഈ കാക്ക മറ്റേ കാക്കയുടെ അതും എടുത്തിട്ടു. അങ്ങനെയാണ് തർക്കം തുടരുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെത്തുന്നത്. കാശ്മീർ ഹിന്ദു ഉന്നമനത്തിന് ക്ഷേത്രത്തിലെ വരുമാനം ഉപയോഗിച്ച് സ്ഥാപിച്ച മെഡിക്കൽ കോളേജിൽ 50-ൽ 42 സീറ്റിലും മുസ്ലിങ്ങൾ പ്രവേശനം നേടി. പിന്നാലെ വ്യാപകമായ പ്രതിഷേധം. ആഹാ, ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ക്ഷേത്രത്തിലെ വരുമാനം ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ വേണ്ടത് മൊത്തം നമ്മുടെ താത്താമാരും കാക്കാമാരുമാണ്. എന്നാലല്ലേ അത് പൊളിച്ചടുക്കി അൽ ഹിന്ദാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഇറ്റലിയിൽ നിന്ന് ഹമാസിന് വേണ്ടി രഹസ്യമായി പണം സമാഹരിച്ച പലസ്തീൻ അനുകൂല ഇസ്ലാമിക പണ്ഡിതൻ പോലീസ് അറസ്റ്റിൽ. ഇയാളുടെ മുഴുവൻ ഇറ്റാലിയൻ സേന കണ്ടുകെട്ടി. മുഴുവൻ സമ്പത്തും. വളരെ നല്ലത്. കണ്ടോ, എവിടെയായിരുന്നാലും ഇവരുടെ ആ സ്വഭാവം മാറ്റുമോന്ന് നോക്ക്. ബ്രിട്ടനിൽ വിസ ലഭിക്കാൻ വേണ്ടി പാകിസ്ഥാനി ബംഗ്ലാദേശി സംഘങ്ങൾ വ്യാജമായിട്ട് LGBT സ്വവർഗാനുരാഗിയായി എന്നവകാശപ്പെട്ട് വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നതായി റിപ്പോർട്ട്. അധ്വാനിക്കാതെ ജീവിക്കാൻ ഈ നാറി ഡാഷിന്റെ മക്കൾ എന്ത് വേഷവും കെട്ടിയാടും. മഹാരാഷ്ട്രയിലെ TCS ഇസ്ലാമിസ്റ്റ് സംഘം ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റത്തിന്റെ പേരിൽ വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി നിസ്കരിപ്പിച്ച് ബീഫ് കഴിപ്പിക്കുകയും ചെയ്തു. ചെന്ന് കയറി കൊടുക്ക. നെതന്യാഹു, ഇറാൻ യുദ്ധം നിർത്തിയിട്ടില്ല, ഇറാനെതിരെ ഏറെ ചെയ്യാനുണ്ട്. ഞാൻ യുദ്ധം നിർത്തിയിട്ടില്ല, ഇറാനെതിരെ ഏറെ ചെയ്യാനുണ്ടെന്ന് നെതന്യാഹു മുഴുവൻ തീവ്രവാദികളെയും ശവപ്പെട്ടിയിലാക്കി. അവസാനത്തെ ആണിയടിച്ചിട്ടല്ലാതെ ജൂതൻ അടങ്ങില്ല, അടങ്ങരുത്. മഹാരാഷ്ട്രയിലെ ബലാത്സംഗ വീരൻ മുഹമ്മദ് അയാസിന്റെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. ലവ് ജിഹാദും പ്രണയക്കെണിയും വിനയായി 18 വയസ്സിൽ 19 വയസ്സിൽ ഈ കുണ്ടൻ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇവനൊരു 20-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ നാട് മുട്ടിക്കുമോ എന്ന് കണ്ടു നോക്ക്. റഷ്യൻ സർക്കാരിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ച മസ്ജിദുകളും മറ്റും പൂട്ടിച്ച് പ്രാർത്ഥനയ്ക്കെത്തിയ വിദേശികളായ കുടിയേറ്റക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. ഏത് രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. അതനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കാമെങ്കിൽ മാത്രം ബലാക്കളെ അങ്ങോട്ട് പോയാൽ മതി. ബംഗ്ലാദേശിൽ നിന്ന് മലേഷ്യയിലേക്ക് പുറപ്പെട്ട റോഹിംഗ്യൻ ബംഗ്ലാദേശി അഭയാർത്ഥി ബോട്ട് കടലിൽ മുങ്ങി 250 പേരെ കാണാതായെന്ന് റിപ്പോർട്ട്. അത്രയും തീർന്നു കിട്ടിയല്ലോ. ബംഗ്ലാദേശിലെ നിയമം വയ്യാതെ മലേഷ്യയിലേക്ക് പോയത്. അവിടെ പോയാൽ മര്യാദയ്ക്ക് ജീവിക്കുമോ? ഇല്ല. എവിടെ ചെന്നാലും ഇവരുടെ സ്വഭാവങ്ങൾ ഇതല്ലേ. US ഉപരോധം പണിയാകുന്നു. ഇറാനിലേക്ക് കടക്കാനാകാതെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ട്രംപിന്റെ സൈന്യം. തൊഴിലിടങ്ങളിൽ പോലും പെൺകുട്ടികളെ നിങ്ങൾ സുരക്ഷിതരല്ല. മക്കളെ, നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ലോകത്താരും ഇനി ഉണ്ടാവത്തില്ല. അഫ്ഗാനിസ്ഥാനിൽ 500 പെൺകുട്ടികൾ പഠിച്ചിരുന്ന സ്കൂൾ താലിബാൻ തീയിട്ട് നശിപ്പിച്ചു. രാജ്യത്ത് 6 ക്ലാസ്സിന് മുകളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചു. അതെ, നമുക്ക് എന്തിനാണെന്ന് വിദ്യാഭ്യാസം? ഇവർക്ക് കുറച്ച് ആയുധ പരിശീലനവും പ്രസവ പരിശീലനവും കൊടുക്കുക. അതാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് വളർന്നോളുമല്ലോ. 10ാം ക്ലാസ്സുകാരൻ ഡോക്ടറായി നടത്തിയത് 30 അവയവ മാറ്റ ശസ്ത്രക്രിയകൾ പൊളിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ ഡോക്ടർമാർ ഇവന് ദക്ഷിണ വെച്ച് ജോലി ചെയ്യട്ടെ. അതെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർജൻ വരെ ചെയ്യാൻ ഭയക്കുന്ന സർജറി ഈസി ആയിട്ട് ഇവനങ്ങ് ചെയ്തു.
ബന്ധുക്കളായ 15കാരിയും 20കാരനും കുടുംബ വീട്ടിൽ മരിച്ച നിലയിൽ. യുവാവിന്റെ വായ സെല്ലോട്ട പൊട്ടിച്ച നിലയിൽ. പെൺകുട്ടിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയെന്നും സംശയം. അടിമുടി ദുരൂഹത. അതിന് അവന്റെ പേര് അദ്നാൻ എന്നാണെന്ന് ഇവരെങ്ങനെ എഴുതും മാധ്യമങ്ങൾ? മാധ്യമങ്ങൾക്കും ഇല്ലേ? ഏ അവർക്ക് ഒരു അജണ്ട ഉണ്ടല്ലോ. അതുകൊണ്ട് അദ്നാനാണ്, മുഹമ്മദ് അദ്നാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അവന്റെ വയസ്സ് മനസ്സിലാവത്തില്ലേ? അവന്റെ ജാതി മനസ്സിലാവത്തില്ലേ? അതുകൊണ്ട് അവന്റെ മതം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജുവാവ് എന്നാക്കി നമ്മൾ അങ്ങോട്ട് മാറ്റി. കുഴപ്പമുണ്ടോ?